welcome to a new episode of Flywheel. ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡലിന്റെ രണ്ട് വേരിയൻസ് ആണ് ആൻഡ് ദാറ്റ് ടു ഫ്രം 2 ഡിഫറെന്റ് ലൊക്കേഷൻ. മെർസിഡീസിന്റെ ചെറിയ സിഡാനായ സി ക്ലാസിന്റെ രണ്ട് വേരിയൻസ് ആണ്. ഒന്ന് ബേസ് പെട്രോൾ മോഡലും ഒന്ന് ടോപ്പ് ഓഫ് ദ റേഞ്ച് C63 AMG ആണ്. ബേസ് മോഡൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള പൂനെയിലും ലോണാവയിലും വെച്ചിട്ടാണ് ആൻഡ് C63 ഫ്രം വെരി ഓൺ കൊച്ചിൻ. So sit back and enjoy the drive of both this car. First we will be bringing the base model, then we can have a blast with this beast. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് ബെൻസുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞങ്ങളിത് ഇറങ്ങിയ ഉടനെ തന്നെ, അതായത് ഫേസ് ലിഫ്റ്റഡ് വേരിയൻ്റ് ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പലർക്കും വീണ്ടും കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോഴാണ് നമ്മൾ ഒരു ഡിഫറെൻറ്റ് വേരിയൻ്റ് ആയിട്ട് വന്നിട്ടില്ല. അന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത C250 CDI ആയിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന C200 എന്ന പെട്രോൾ വേരിയൻ്റ് ആണ്. ഈ C200 CGI ആണ് ഈ ഫേസ് ലിഫ്റ്റിൽ കാര്യമായ ചേഞ്ച് വന്നിട്ടുള്ളത്. പുറമേയുള്ള ഗാർണിഷിംഗ് ചേഞ്ചിൻ്റെ പുറമെ ഒരു പുതിയ ഗിയർ ബോക്സ് ആണ് ഈ എഞ്ചിനിൽ വന്നിട്ടുള്ളത്. C200 CGI എന്ന് മുമ്പ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സെയിം എഞ്ചിനിൽ വന്നിരിക്കുന്ന പുതിയ ഗിയർ ബോക്സിനോടുകൂടി മോഡലാണിത്. So sit back and enjoy the drive of C200. 2007 പുറത്തു വന്ന W204 എന്ന സി ക്ലാസിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റഡ് വേരിയൻ്റ് ആണിത്. എന്നാൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ചെറിയ ഗാർണിഷിംഗ് ചേഞ്ചസ് ആണെങ്കിൽ കൂടി ഈ പ്രീ ഫേസ് ലിഫ്റ്റഡ് മോഡലിനെ ഔട്ട്ഡേറ്റഡ് ആകുന്ന രീതിയിലാണ് ഈ മോഡൽ വന്നിട്ടുള്ളത്. അതിൽ കാര്യമായ ചേഞ്ച് വന്നത് ഫ്രണ്ടിലാണ്. ഫ്രണ്ടിലെ സെൻട്രലിലെ ലോഗോ ഉള്ള, അതായത് സ്പോർട്ട് ഗ്രില്ലായിട്ട് അറിയപ്പെടുന്ന മെർസിഡീസിൻ്റെ ഇപ്പം ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ലോഗോ ആണിത്. അവൻഗാർഡ് വേരിയന്റിലാണ് ഈ ഗ്രില്ല് വന്നിട്ടുള്ളത്. ആ ഒരു ഗ്രില്ല് നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അതിനോട് ചേർന്ന് പുതിയൊരു ഹെഡ്ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന് ഒരു പുതിയൊരു കട്ടിങ് കൊടുത്തു. നേരത്തെ ഒരു സ്ക്വയർ ഷേപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു ഒരു കട്ടിംഗ് ഉള്ള ഷേപ്പാണ് വന്നിട്ടുള്ളത്. അത് മെർസിഡീസിൻ്റെ തന്നെ SL-ലും പിന്നെ അതുപോലെ CL കൂപ്പയിലെല്ലാം വന്നൊരു ഡിസൈനാണ്. അതാണ് ഒരു കാര്യമായ ഒരു ചേഞ്ച് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്ന ബമ്പറിൽ കൊടുത്തിരിക്കുന്ന എയർ വെന്റിന്റെ കട്ടിംഗ് ആണ്. അതും ഇപ്പോൾ ഉള്ള എസ് ക്ലാസിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ, എസിനും ഇനും സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഫ്രണ്ട് അങ്ങനെ തന്നെ നിലനിർത്തി. പക്ഷേ LED ലൈറ്റ്സ് ഇന്നിപ്പോൾ സ്റ്റാൻഡേർഡ് ആണ് മെർസിഡീസിൻ്റെ എല്ലാ വേരിയന്റിലും. അത് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. അത് ഫോഗ് റീപ്ലേസ് ചെയ്തിട്ട് അത് താഴെയും കൊടുത്തിട്ടുണ്ട്. പാർക്ക് ലൈറ്റിന്റെ സ്ട്രിപ്പ് എല്ലാം തന്നെ ഇവിടെ LED ആയിട്ട് കൊടുത്തു. പിന്നെ ഈ സി ക്ലാസ് ആയതുകൊണ്ട് ഒരു C ഷേപ്പിലുള്ള LED സ്ട്രിപ്പും കൂടി കൊടുത്തു. ഈ ഒരു ചേഞ്ചാണ് കാര്യമായിട്ട് ഉള്ളിൽ വന്നിട്ടുള്ളത്. പുറമെ വന്നിരിക്കുന്ന ചെറിയ ചേഞ്ച് ആണെങ്കിലും ഇത് നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതോടുകൂടി ഫ്രണ്ട് ആകെ മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഫേസ് ലിഫ്റ്റഡ് വേരിയൻ്റ് സൈഡ് പ്രൊഫൈലിൽ ഒരു കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ ചേഞ്ച് വന്നിരിക്കുന്ന ഈ റൂഫിനാണ്. റൂഫ് പാനോറമിക് റൂഫായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സൺ റൂഫ് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള പാനോറമിക് റൂഫ്, അത് ഇത്രയും പോർഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ബാക്കിലേക്കും ഗ്ലാസ് ഉള്ള രീതിയിലാണ് ആ പാനോറമിക് റൂഫ് വരുന്നത്. പിന്നെ സാധാരണ തന്നെ ഉണ്ടായിരുന്ന ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന സി ക്ലാസ്സിൽ പ്രീ ഫേസ് ലിഫ്റ്റിന് മുമ്പുണ്ടായിരുന്നെല്ലാം തന്നെ ഒരു നല്ല അഗ്രസീവ് ആയിട്ടുള്ള ലൈൻസ് ആണ്. അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതും വളരെ ഒരു സ്പോട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ സി ക്ലാസിന് കുറച്ചൊരു ഫ്ലാറ്റി റൂഫാണ് ടോപ്പിൽ വന്നിട്ടുള്ളത്. അതെല്ലാം തന്നെ കൂടുമ്പോൾ കുറച്ചൊരു സൈസ് തോന്നിക്കുന്ന രീതിയിലാണ് സി ക്ലാസ് തോന്നുന്നത്. പുതിയ സി ക്ലാസിന് റിയറിലും കാര്യമായ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു ചേഞ്ച് ഉള്ളത് ഈ ടെയിൽ ലൈറ്റിലാണ്. ടെയിൽ ലൈറ്റിൻ്റെ ഷേപ്പിലൊരു മാറ്റവും ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന കട്ടിങ്സ് ഒഴിവാക്കിയിട്ട് ഒരു പ്ലെയിൻ ക്ലിയർ ഗ്ലാസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ LED സ്ട്രിപ്സ് ഉണ്ട്, LED ബൾബ്സും ഉണ്ട്. അതെല്ലാം ഇല്ലുമിനേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ചേഞ്ചും ഒരു ഭംഗിയും മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാറിൻ്റെ പിന്നിൽ പോകുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള ലൈറ്റ് ഒരു C ഷേപ്പിൽ നിൽക്കുന്നതിൽ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഷേപ്പ് അങ്ങനെ തന്നെ നിലനിർത്തിയ കുറച്ചൊരു ബോൾഡ് ആയിട്ടുള്ള ഷേപ്പാണ്, അതങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ എക്സ്പോസ് ആയിട്ട് ഒരു ടെയിൽ പൈപ്പാണ് പെട്രോൾ മോഡലിന് വരുന്നത്. വലിയ എഞ്ചിൻ വേരിയൻസും രണ്ട് സൈഡിലും വരാറുണ്ട്. പിന്നെ നല്ലൊരു ബൂട്ട് സ്പേസ് സി ക്ലാസ്സിലുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫുൾ സൈസ് സ്പെയർ വീലും സി ക്ലാസ്സിൽ തരുന്നുണ്ട്. മറ്റേ കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം BMW സ്പെയർ വീൽ ഇല്ല, പിന്നെ ഓഡിയിൽ വരുന്ന ഒരു മിനി സ്പെയർ വീലാണ്. അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഫുൾ സൈസ് സ്പെയർ വീലാണ് ഇതിലുള്ളത്. അതൊരു സേഫ്റ്റി നോംസ് ആയിട്ടാണ് മെർസിഡീസ് പറയുന്നത്. എനിവേ ഓൾ ടുഗദർ ഡിസൈൻ വൈസ് കാര്യമായ ചേഞ്ച് അല്ലെങ്കിൽ കൂടി ചെറിയ ഗാർണിഷിംഗ് ചേഞ്ചും പാനോറമിക് റൂഫ് ആഡ് ചെയ്തോടുകൂടിയിട്ട് മുമ്പുണ്ടായിരുന്ന ഈ പ്രീ ഫേസ് ലിഫ്റ്റഡ് ഉണ്ടായിരുന്ന സി ക്ലാസിനേക്കാൾ വളരെ ഒരു പുതിയ മോഡലായ രീതിയിലാണ് ഈ ഫേസ് ലിഫ്റ്റഡ് മോഡൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്.
ക്ലാസിൻ്റെ അവോൺഗാർഡ് മോഡൽ വന്ന സെയിം അലോയ് ഡിസൈൻ തന്നെ ഇതിലും വന്നിട്ടുള്ള 17-inch അലോയ് ആണ്. പിന്നെ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന 225/45 ടയർസ് ആണ്. ഒരു ലോ പ്രൊഫൈൽ ടയർ ആണെങ്കിലും അൾട്രാ ലോ പ്രൊഫൈൽ അല്ല, അതുകൊണ്ട് ഇതിൻ്റെ റൈഡിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല ഈ ലോ പ്രൊഫൈൽ ടയർ. സോ ഇറ്റ്സ് ഹാവിംഗ്